ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ 2 കഷ്ണം തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണത്തിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം. പിന്നെ മറ്റതിന്റെ കുരു നമുക്ക് കളയേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഞാനിവിടെ ഒരെണ്ണത്തിന്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കുരു കളഞ്ഞു വെച്ചിട്ടുള്ള തണ്ണിമത്തനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. ഈ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷേക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ ഇത് കൂടാൻ പാടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. ഇത് കൂടരുത് ഒരിക്കലും. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡിന്റെ ഒരു ടേസ്റ്റ് തന്നെ കൂടുതൽ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് മിൽക്ക് മെയ്ഡ് കൂടരുതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള മിൽക്ക് ഷേക്ക് ആണ് കേട്ടത്. നമുക്കിതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കണം. അപ്പൊ അത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. ഞാൻ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതിന്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഏലക്കയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാരയുടെ അളവ് കൂടണ്ട, കാരണം നമുക്കിതിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തനും അത്യാവശ്യം മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഞ്ചസാര ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഇതിപ്പോ 2 ടേബിൾ സ്പൂൺ ആണുള്ളത്. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പാലാണ്. അപ്പൊ ഇതൊരു 500 ml പാലുണ്ട്. ഈ പാല് ഞാൻ തിളപ്പിച്ചാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഈ ഒരു പാല് നമുക്ക് ഇതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് അടിച്ചിട്ട് വരാം. ഇനി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി തണ്ണിമത്തൻ ഉണ്ടല്ലോ, ആ ഒരു തണ്ണിമത്തനാണിത്. ഇതിന്റെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്പാച്ചില വെച്ചിട്ട് നമുക്ക് ഒന്ന് കുത്തി കൊടുക്കണം. ചെറിയ ചെറിയ പീസുകളാക്കി എടുത്താൽ മതി. ഇതിന്റെ കുരു ഉണ്ടായാലൊന്നും ഒരു കുഴപ്പമില്ല. ഈ രീതിക്ക് തന്നെ ആയാല് ചെറിയ ചെറിയ പീസുകൾ ആവേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിവിടെ ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. നമ്മള് തണ്ണിമത്തന് പാല് ആഡ് ചെയ്ത് അടിച്ചിട്ടുള്ള ജ്യൂസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സൂപ്പർ ഷേക്ക് ആണ് കേട്ടത്. ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലായതുകൊണ്ട് തന്നെ ഇനി ഇത് തണുപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്കും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് ഈ വരുന്ന നോമ്പിനും അതുപോലെ തന്നെ നമ്മൾ ക്ഷീണിച്ചു വരുന്ന സമയത്തൊക്കെ ഈ ഒരു മിൽക്ക് ഷേക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോഴേ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്